കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ ഉഷ കൃഷ്ണമൂർത്തി. ഞാനിവിടെ കലത്തപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുക്കറപ്പം എന്ന് പറയും. തേങ്ങാപ്പാൽ പച്ചരി പൊടിച്ച് വെച്ചിട്ടുണ്ട്, ശർക്കര തിളപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, ഉപ്പ് ഒരു അര സ്പൂൺ വേണം, തേങ്ങാക്കൊത്തും ഉള്ളിയും നമുക്ക് കുക്കറിലിരുന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ആണ് ഈ മാവ് ഒഴിക്കേണ്ടത്. അപ്പോൾ തുടങ്ങാം. തേങ്ങാപ്പാലിൽ അരിപ്പൊടി ഒന്ന് അര സ്പൂൺ ഉപ്പുമിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തിളച്ച ശർക്കരപ്പാനിയാണ് ഒഴിക്കേണ്ടത്. ശർക്കരപ്പാനി മെൽറ്റാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഉപ്പിട്ട് കഴിഞ്ഞു. കുക്കർ വെച്ചിട്ടുണ്ട്. ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ നെയ്യ് ഒഴിക്കാം, ഏതെങ്കിലും ഒരെണ്ണ ഒഴിക്കാം. ഒഴിച്ചിട്ട് നമുക്ക് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കണം. പകുതി മൂപ്പായി വരുമ്പോൾ നമുക്ക് ഈ ഉള്ളി കൂടെ ഇട്ടു. അപ്പോൾ അത് നോക്കാം. തേങ്ങാക്കൊത്ത് കുക്കറിൽ ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പകുതി മൂപ്പാകുമ്പോൾ നമുക്കതിനകത്തേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചതിട്ട് കൊടുക്കാം. ഒരു 10 ചെറിയ ഉള്ളിയും ഒരു മുറി തേങ്ങ, ഒരു തേങ്ങയുടെ പകുതി ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ശർക്കര ഇവിടെ മെൽറ്റായിട്ടുണ്ട്. ഉള്ളി അരിഞ്ഞതും കൂടെ ഇട്ടിട്ടുണ്ട്. ഏതായാലും അധികം മൂപ്പാകുന്നതിൻ്റെ മുന്നേ നമുക്ക് കുറച്ചിങ്ങോട്ട് മാറ്റി വയ്ക്കാം. കലത്തപ്പത്തിൻ്റെ മാവ് ഒഴിച്ചിട്ട് മേലെ ഇടാനാണത്. ഒരു 2 സ്പൂൺ മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്കിങ്ങനെ നിരത്തി വയ്ക്കാം. ശേഷം നമുക്ക് തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്ത് വെച്ച മാവിലേക്ക് തിളയ്ക്കണ ശർക്കരപ്പാനി ഒഴിച്ച് മിക്സ് ചെയ്യാം. തേങ്ങാപ്പാൽ ഒഴിക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തേങ്ങാപ്പാൽ ശർക്കരപ്പാനി രണ്ടും മിക്സായി ചൂട് പോകുന്നതിന് മുമ്പ് നമുക്ക് കുക്കറിലേക്ക് ഒഴിക്കണം. ഇതാണ് ഇതിൻ്റെ പാകം. നമ്മുടെ നീർദോശയ്ക്കെല്ലാം മാവ് കലക്കി വയ്ക്കുമല്ലോ, അത്രയേ ഉള്ളൂ കേട്ടോ. ഒരുപാട് കട്ടിയിലായാൽ അകത്ത് വേവാതിരിക്കും. നല്ല ആരെടുത്ത അപ്പം ഉണ്ടാക്കാൻ ഇതാണ് പാകം. അപ്പം നമുക്ക് കുക്കറിലോട്ട് ഒഴിക്കാം. ഉള്ളിയെല്ലാം നല്ല പാകത്തിന് മൂപ്പായിട്ടുണ്ട്. നല്ല ചൂടിൽ ഒഴിക്കണം. ഇനി ഇളക്കാനൊന്നും പാടില്ല. അതുകൊണ്ടാണ് തേങ്ങാക്കൊത്ത് കുറച്ച് മേലെ ഇടാനും മാറ്റി വെച്ചത്. നമ്മൾ ഇളക്കി ശരിയാക്കി വരുമ്പോഴേ അടിവശ ഇളകാനേ പാടില്ല. അടിയിലും മേലെയും അകത്തുമെല്ലാം തേങ്ങാക്കൊത്തും ഉള്ളിയുടെ ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ ഈ കുക്കറപ്പം, അതായത് കലത്തപ്പത്തിൻ്റെ ഫ്ലേവർ. ഇടയ്ക്ക് തേങ്ങാ കഷ്ണവും കടിച്ച് ഉള്ളിയുടെ ഒരു ചെറിയൊരു വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചതിൻ്റെ ഒരു മണവുമൊക്കെ ഉണ്ടാകും. നല്ല രുചികരമായ ഹെൽത്തിയായ അപ്പമാണ്. അധികം എണ്ണ ഒഴിക്കുന്നില്ല. തേങ്ങ വറക്കാനുള്ള എണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചതേ ഉള്ളൂ. എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്കിതിനെ അടച്ചു വയ്ക്കാം. കലത്തപ്പം 15 മിനിറ്റിൽ ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് ചൂടാറിയ ശേഷം ഇതിൽ നിന്നും വിട്ട് വരും. കുറച്ച് സമയം കഴിയുമ്പോൾ ചൂടും. 10 മിനിറ്റ് കഴിയുമ്പോൾ. കൂട്ടുകാരി, നമ്മുടെ കലത്തപ്പം റെഡിയായിട്ടുണ്ട്. ഒന്ന് ചൂട് പോകണം. സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ തണുക്കണം കുക്കർ, അപ്പോഴാണ് എടുക്കാൻ പാകാവുന്നത്. ഞാനിതിൽ മറ്റൊരു കലത്തപ്പം നേരത്തെ ഉണ്ടാക്കിയതിലും വ്യത്യാസമായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങാപ്പാൽ ഒഴിച്ചത് ഒന്നുകൂടെ രുചി കൂടാൻ വേണ്ടിയാണ്. ഒരു തേങ്ങ എടുത്ത് ഒരു മുറി തേങ്ങ പകുതി ഞാൻ ഇങ്ങനെ ചെറുതായിട്ടരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ ഇട്ട് തേങ്ങാക്കൊത്തെടുത്തു. പകുതി മിക്സിയിലടിച്ചിട്ട് ആദ്യത്തെ പാലെടുത്തു. ആദ്യത്തെ പാലിലാണ്
മിക്സിയിൽ പൊടിച്ച അരിമാവ് എടുത്തിട്ട് മിക്സ് ചെയ്തത്. അതിനോടൊപ്പം ജീരകം കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. തേങ്ങാക്കൊത്തും ഉള്ളി അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചാണ് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തത്. ഉണ്ടാക്കിയത് നേരത്തെ എല്ലാം പറഞ്ഞതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇത് ചൂടാറിയ ശേഷമേ മുറിക്കാൻ പറ്റുള്ളൂ. നാളെ എൻ്റെ കൊച്ചുമോളുടെ ബർത്ത്ഡേ ആണ്. ഇത്തിരി മധുരം ഉണ്ടാക്കണം തോന്നിയെന്ന് അങ്ങനെ ഉണ്ടാക്കിയതാണ്. നാളെ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ ഞാൻ വീഡിയോ ചെയ്തിടാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസ് എല്ലാം കാണണം. വീഡിയോ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.